എല്ലാവർക്കും അനിതാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഓണം എല്ലാം വരികയല്ലേ, അതുകൊണ്ട് നമുക്ക് ഓണത്തിൻ്റെ 2-3 വിഭവങ്ങൾ ഇട്ട് തുടങ്ങാം. അതിൽ ആദ്യത്തെ വിഭവമാണ് പാൽപ്പായസം. അത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഏലക്കായ പൊടിച്ചതും കരയാമ്പൂ പൊടിച്ചതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊരു സ്റ്റീം ചെയ്യാൻ പോവുകയാണ്. കുക്കർ മൂടിയിട്ട് അതൊന്ന് സ്റ്റീം ചെയ്യാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയി അത് തുറക്കാൻ തുറന്നു. 1 ലിറ്റർ പാല് തിളപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ചേർക്കുകയാണ്. തിളപ്പിച്ച പാലാണ്, അതുകൊണ്ട് അധികം ഇതാക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. അതിൽ നമുക്ക് ഇനി പഞ്ചസാര ചേർക്കാം. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും മധുരം കുറവാണെങ്കിൽ ഇനിയും ചേർക്കാം. മധുരമൊക്കെ കറക്റ്റാണ്. വേണമെന്നുള്ളവർ മധുരം അധികം വേണമെന്നുള്ളവർ അധികം ഇട്ടോളൂ, കുഴപ്പമില്ല. ഇനി കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. നമ്മുടെ ഓണം സ്പെഷ്യൽ പാൽപ്പായസം റെഡി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം. എൻ്റെ മോള് ടേസ്റ്റ് ചെയ്തിട്ട് അത് എങ്ങനെയുണ്ടെന്ന് പറയും. ഞാൻ പറയാം. ഇപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം നല്ല കുറുകിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഇരുന്നാൽ ഇനി കുറുകായിരിക്കും. നല്ല നെയ്യുടെ ടേസ്റ്റും കരയാമ്പൂ ഏലക്ക കോണ്ടിമെന്റ്സിലൊക്കെ നല്ല ഫ്ലേവേഴ്സും. നല്ല ചൂടുണ്ട്, കാരണം ഞങ്ങൾ മെല്ലെ കുടിക്കണം. ഫാസ്റ്റായിട്ട് കുടിച്ച് ചിലപ്പോൾ ഇനി അധികം ഫ്ലേവർ അറിയും. ചൂടുള്ള കാരണത്തിൽ തണുപ്പിച്ച് കുടിച്ച് ഇനി നന്നായി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.